ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഞാൻ ഒരു പ്ലാനും ഇല്ലാണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എനിക്കായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇത് ഓവർനൈറ്റ് ഓട്സ് പോലത്തെ ഒരു സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് സ്ട്രോബെറീൻ്റെ ഫ്രൂട്ട് യോഗട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഈ യോഗട്ട് ഭയങ്കര ഇഷ്ടമാണ്. അധികവും ഞാൻ ഈ സ്ട്രോബെറീൻ്റെ തന്നെ കഴിക്കലത്. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് നല്ല കട്ട പോലെ ഉണ്ട് കേട്ടോ. അപ്പം അതിൽ കട്ടെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്ത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ തോന്നിയതാണ് നാളെ ഇങ്ങനെ ആക്കണം, ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന സാധനം ആക്കണം എന്ന് അങ്ങനെ തോന്നിയിട്ട് ഞാൻ ചെയ്തായാലും ഞാൻ ഉണ്ടാക്കുന്ന അപ്പം അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ഇടയിൽ തോന്നിയൊരു സാധനമാണ് ഈ സാധനം. പിന്നെ ഇതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് മിൽക്കാണ്. ഞാൻ ചൂടാക്കിയിട്ട് തണിച്ചെടുത്തതാണ് കേട്ടോ പാല്. എന്നിട്ട് കുറച്ച് ചിയാ സീഡ് ഇടുക. ചിയാ സീഡ് ഞാൻ രാത്രിയെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പം അതങ്ങനെ ഇട്ടാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് റോബസ്റ്റ് പഴമാണ് എടുത്തത്. പിന്നെ ഉറുമാമ്പഴവും കിവിയും പിന്നെ കുറച്ച് കാഷ്യൂനട്ട്സും ആപ്പിളെല്ലാം ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ മധുരം വേണമെന്നില്ല ആൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സോ ഹണിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടാ, എനിക്ക് മധുരം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നെക്ക് ഏതായാലും കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുപോകാനെന്ന്. എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ക്ലാസ്സിന് പോകുന്നതിന് മുമ്പുള്ള പരിപാടിയാന്ന് ഇതെല്ലാം. അപ്പം ആ നെക്ക് ഞാൻ ഒരു സൈഡൊന്ന് അടിച്ചിട്ടിട്ട് പിന്നെ പോവാന്ന് വിചാരിച്ചു. പിന്നെ തുണിയും കട്ട് ചെയ്യാനുണ്ടായിനി. അപ്പം അളവെല്ലാം എടുത്ത് തുണിയെല്ലാം കട്ട് ചെയ്ത് റെഡിയായി. പിന്നെ ഞാൻ സമയം നോക്കുമ്പോഴേക്കുണ്ടിടാ 9 മണിയായി. എന്നിട്ട് പെട്ടെന്ന് ഫ്രഷായി യൂണിഫോം ഇട്ട് നേരെ ഇറങ്ങിയിട്ട് ക്ലാസ്സിന് പോകാന്. ക്ലാസ്സിലെത്തിയിട്ട് പിന്നെ എനിക്ക് പാറ്റേൺ മേക്കിങ്ങിന്റെ നോട്ട് എഴുതാനുണ്ടായിനി. അപ്പം ഞാൻ രാവിലെ എത്തിയപാട് നോട്ട് എഴുതി. ആ സ്ലീവ്സ് എല്ലാം ഒന്ന് വരക്കാനുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു മിസ് വരുമ്പോഴത്തേന് അതെല്ലാം ഒന്ന് വരച്ചിട്ട് വെക്കാന്ന്. ഓരോരാളും ഓരോരോ പണിയിലാന്ന് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഇവിടെ എംബ്രോയിഡറി ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൺ വെക്കാൻ ടൈമായി. ഫോൺ വെച്ച് പിന്നെ ഉച്ചക്കാന്ന് കേട്ടോ നമ്മ ഫോൺ എടുത്തത്. ഉച്ചക്ക് നമ്മ ഒന്ന് ഷോപ്രിക്സിലേക്ക് പോയിനെ. എൻ്റെ ഫ്രണ്ട്സിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിനി. അപ്പം നമ്മ അങ്ങനെ പോയതാണ്. അവിടെ ഭയങ്കരത്തിൽ ഓഫറെല്ലാം ഉണ്ടായിന് കേട്ടോ എല്ലാ സാധനത്തിനും. നമ്മ കുറച്ച് നട്ട്സും അങ്ങനെയെല്ലാം വാങ്ങാൻ വന്നതാണ്. അങ്ങനെ കുറച്ച് നട്ട്സ് എല്ലാം നോക്കി. പിന്നെ ഞാൻ നേരെ എനിക്ക് കിവി വാങ്ങാനുണ്ടായിനി. കിവിയും മറ്റേ ലെക്ചേഴ്സിന്റെ ലീഫും വാങ്ങാനുണ്ടായിനി. അപ്പം ഞാനും അതും കൂടി വാങ്ങി. പഠിച്ച് എല്ലാം തലയിൽ കയറി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഏടെ തുണി കണ്ടാലും അത് എടുത്തിട്ട് നോക്കലാന്ന് നമ്മള് പണി. എന്നിട്ട് അത് ചെക്കാന്ന് അതിങ്ങനെയാന്ന് ഇങ്ങനത്തെ തുണിയാന്നെല്ലാം പറയില്ലാന്ന് കേട്ടോ നമ്മള് പണി. നമുക്കിപ്പോ 2 മണിയാകുമ്പോഴേക്ക് ക്ലാസ്സിലേക്ക് കയറണം. ഇപ്പൊ തന്നെ നല്ലോണം ലേറ്റ് ആയിനി. നമ്മ ലഞ്ചെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഓരോരാൾക്ക് ഓരോരോ സാധനം വാങ്ങിയോണ്ട് തന്നെ ബില്ലെല്ലാം നമ്മ വേറെ വേറെ ആക്കിയതാണ് കേട്ടാ. എൻ്റെ ബില്ലാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ബേക്കറി ഉണ്ടായോണ്ട് നമ്മ അവിടെ പോയിട്ട് ഡോണറ്റ് ഞാന്ന് പോയത്. പക്ഷെ അവിടുന്ന് ഒരു ബ്രൗണി കേക്ക് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ വാങ്ങിയത്. ആ ഒരു കേക്ക് ബില്ലടിച്ച് പുറത്തേന പാടെ നമ്മ അത് വയറ്റിലാക്കിനി കേട്ടാ. എന്നിട്ടാണ് കേട്ടോ ക്ലാസ്സിലേക്ക് വന്നത്. ക്ലാസ്സിലെത്തിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് സ്റ്റിച്ചിങ് ആണ്. അപ്പം നേരെ സ്റ്റിച്ചിങ് റൂമിൽ കയറി. എനിക്ക് ബാക്കിയുള്ള നെക്കും കൂടി അടിക്കാനുണ്ടായിനി. അപ്പം അതാണ് കേട്ടോ നമ്മ ഇന്ന് സ്റ്റിച്ചാക്കുന്ന. ആക്ച്വലി ഈ വ്ലോഗ് ഞാൻ ഏകദേശം ഫുള്ളൊന്ന് ഷൂട്ട് ചെയ്തിട്ടാ, എല്ലാം എടുക്കുന്ന ഷൂട്ട് ചെയ്താണ്. അപ്പൊ പിന്നെ വൈകുന്നേരം പുറയിലെത്തിയിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഈ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കഴിച്ച് പിന്നെ മഗ്‌രിബെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. 1 പാൻ ചോക്ലേറ്റ് കേക്ക്. അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇടാട്ടാ. പിന്നെ എനിക്ക് കുറച്ച് ഫിഗർ വരക്കാനും കളർ കൊടുക്കാനെല്ലാം ഉണ്ടായിന്. അപ്പം അതെല്ലാം ഒന്ന് ചെയ്യുന്നതാണ്. ആ ഗ്ലാസ്സിൽ കാണുന്ന ജ്യൂസൊന്നും അല്ല കേട്ടോ, പെയിന്റ് കലക്കിയ വെള്ളാന്ന്. ഞാൻ സ്കിൻ കളർ കൊടുക്കുന്ന സമയത്ത് ഇത്ര റെഡ് ആണെന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ വീഡിയോയിൽ ആ സ്കിൻ കളർ നല്ലോണം റെഡ് ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ രാത്രി മറ്റേ ചെറിയ ലൈറ്റ് ഇട്ടിട്ട് കൊടുക്കുമ്പോൾ അതൊന്നും കണ്ടിട്ടാ.